ഇന്ന് നമ്മൾ ശക്തികുളങ്ങര ഹാർബറിൽ പോയി മീൻ മേടിക്കാൻ. ഇന്ന് നെത്തോലി മാത്രമേ ഉള്ളൂ. അവിടെ വരുന്ന എല്ലാ ബോട്ടുകാർക്കും നെത്തോലിയേ ഉള്ളൂ. കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇച്ചിരി മീൻ കിട്ടി. അപ്പോൾ പിന്നെ അല്ലാതെ ഒരു സ്റ്റാളിലും പോയി. ഞങ്ങൾ മീൻ വിൽക്കുന്ന ഒരു സ്റ്റാളുണ്ട്, അവിടുന്ന് കൊഞ്ചും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മേടിച്ചു. അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. അപ്പം ഞാനിതാണ്ടെ ഇരുമ്പ് പാത്രത്തിലാണ്, നമ്മുടെ തവയ്ക്കകത്താണ് ഞാൻ മീൻ പൊരിക്കുന്നത്. ഇത് ഹാർബറിലൊക്കെ പോയി ലേലം ചെയ്ത് മീൻ എടുക്കുന്നവർക്കാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഈ തവയെ വെച്ച് നമ്മൾ മീൻ പൊരിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എണ്ണ കുറച്ച് മതി. ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. എണ്ണ കുറച്ച് മതി. ഇട്ട് കൊടുക്കുക. കാരണം നല്ല ചൂടായിട്ടാണ് ഞാൻ കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഈ 4 പീസ് ഓക്കെ. ഞാൻ സിമ്മിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്നാവട്ടെ. ഇനി അടുത്ത നെത്തോലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചു. ഞാനേ ഈ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സുന്ദരമായിട്ടുള്ള നമ്മുടെ തവ കേട്ടോ. ഒന്ന് താത്തിത് നല്ല മാംസമുള്ളപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് നമുക്ക് തിരിച്ചിടണം. മറിച്ചും തിരിച്ചൊക്കെ ഇടാം. നല്ലപോലെ ഇളകി വരുന്നുണ്ട് നമ്മുടെ തവ. ഇത് നമ്മുടെ ദോശയുടെ തവയായിരുന്നു. എനിക്കൊരു ദോശക്കല്ലുണ്ടായിരുന്നു, അത് റെഡിയാക്കി തിരുമ്പായിരുന്നതാണ്. അപ്പം തിരുമ്പ് പോയിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. മറ്റേ സ്റ്റീൽ ബോളില്ലേ, അത് വെച്ച് തേച്ച് ഉരച്ച് കളഞ്ഞു. അത്ര മാത്രമേ ചെയ്തോളൂ. എൻ്റെ ദോശക്കല്ല് സൂപ്പറായി. ഞാൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാം ദോശക്കല്ല് എങ്ങനെയാണെന്ന്. ഇത് കരിയും പിടിച്ച് ഇതിനകത്ത് തുരുമ്പ് പിടിച്ച് വെറും വൃത്തികെട്ടിരുന്നതാണ്. ഞാനെന്താ ഇത് സ്റ്റീൽ ബോൾ വെച്ച് ഇതിൻ്റെ ആ ഇരുമ്പെല്ലാം തുരുമ്പെല്ലാം ഞാൻ കളഞ്ഞ് വെറും സ്റ്റീൽ ബോളും പിന്നെ നമ്മുടെ പാത്രം തേക്കുന്ന ആ ലിക്വിഡും അത് മാത്രം ഉപയോഗിച്ച് ഞാൻ ഫുള്ള് തുരുമ്പ് കളഞ്ഞിട്ട് ദോശ ഇട്ട് നല്ലെണ്ണ തേച്ചിട്ട് ദോശ ഇട്ട്. അപ്പം തന്നെ അത് ഞാൻ ഒന്ന് തുണി വെച്ച് ഒരു വെള്ള തുണി വെച്ച് മൊത്തം ഞാൻ നല്ല തുടച്ചിട്ട് അങ്ങനെ ചെയ്ത് സൂപ്പറായിട്ട് ദോശ ഇട്ടിയെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പം ചുട്ടത് ദോശ കേട്ടോ. ഇനി അടുത്തത് ഒരു ചൂര മീൻ ഇരിപ്പുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് മീനിൻ്റെ ബഹളമായിരിക്കും ഇവിടെ, പൊരിപ്പ് ബഹളം. വെള്ളച്ചൂരയാണ്. അപ്പം അതും കൂടെ ഒന്ന് പൊരിക്കാം. നമ്മൾ അപ്പം തന്നെ എടുക്കണമെങ്കിൽ നാരങ്ങ നീരോ വിനീഗറോ ചേർത്താൽ നമുക്ക് അപ്പോഴും തന്നെ പുരട്ടി വെച്ചിട്ട് അപ്പം തന്നെ എടുക്കാൻ പറ്റും. അതാണ് പൊരിക്കുന്നതിനുള്ള ഒരു ടിപ്സ് കേട്ടോ, ഒരു ടിപ്പ്. അപ്പം നമുക്ക് സാധാരണ ഞാൻ മല്ലിപ്പൊടിയും ഇടും മീൻ പൊരിക്കുന്നതിന്. അപ്പം മീൻ പൊരിക്കുന്നതിന് ഇതൊക്കെ ചേർത്തിട്ട് കൂട്ടത്തിൽ നാരങ്ങ നീരും കൂടെ. നാരങ്ങ നീര് അല്ല എന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്താൽ നമ്മുടെ മീൻ അപ്പോൾ തന്നെ നമുക്ക് പൊരിക്കാൻ പറ്റും കേട്ടോ. ഞാനിതൊന്ന് പുരട്ടുവാണ്. നല്ല പോലെ നമുക്ക് പുരട്ടി വെക്കാം. ഈ മീൻ ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മീൻ പൊരിക്കാൻ. ഇന്ന് മീൻ യുഗമാണ് ഞങ്ങളുടെ. മീൻ ഫുള്ള്. ചോറ് വളരെ കുറവായിരിക്കും എല്ലാവരും കഴിക്കുന്നത്. മീൻ ഫ്രൈ മാത്രം കഴിക്കുന്നത്. ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് കറി വെക്കുന്നത്. നോക്കേ, പ്രാച്ചി മാങ്ങ ഇട്ട് കറി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് കടുക് വറുത്ത് ഇടണം. ആ ഒരു ജോലിയുണ്ട്. നമ്മൾ മീൻ വാങ്ങിക്കാൻ പോയത് ശക്തികുളങ്ങര ഹാർബറിലാണ് പോയത്. അവിടെ നിന്നൊക്കെ കാണിക്കായിരുന്നു
പക്ഷേ ഞാൻ കാണിച്ചില്ല. അപ്പം ഞാൻ ഇപ്പം കടുക് വറുക്കണമായിരിക്കും. ആ കടുക് വറുക്കാൻ മീൻകറിക്കകത്തോട്ടൊന്ന് ഒഴിക്കണം. പിന്നെ ചോറ് ഒന്ന് മൊരിക്കണം. ആ പണിയൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഒക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, നമുക്കതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കാണട്ടെ. നല്ലപോലെ അത് മൊരിയട്ടെ. ഞാൻ മീനിൻ്റെയൊക്കെ വീണ്ടും പൊരിക്കാനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ കടുക് വറുക്കാനുള്ള എടുത്തുകൊണ്ട് അത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്, ഇരുമ്പ് ചട്ടി. അപ്പോൾ അത് ഞാൻ ഇരുമ്പേട്ടി അതിനകത്ത് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയിട്ട് നല്ല സൂപ്പർ വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക് വറുത്തെടുക്കാം. മീൻ കണ്ടപ്പിരിക്കുന്നത് കടുക് വറുക്കാൻ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇത് പൊരിക്കുന്നതും വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടോ, ഞാൻ അത്രയും ഒഴിച്ചു കൊടുത്ത് അത്രയും തന്നെ ആയിട്ട് കിടക്കും വെളിച്ചെണ്ണ ഉണ്ട്. അതാണ് തവയിൽ പൊരിച്ചാലുള്ള ഗുണം, ഇരുമ്പിൻ്റെ തവ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇരുമ്പിൻ്റെ സാധനം മേടിച്ചാൽ മതി, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നല്ല ഈ പാത്രക്കടയിലൊക്കെ പോയാൽ ഇത് കിട്ടും. എന്നിട്ട് കുറച്ച് ദിവസം നമ്മൾ നല്ലെണ്ണ പുരട്ടി വെച്ചാൽ ഈ അതിനകത്ത് കാണും തുരുമ്പൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലതുപോലെ തേച്ച് കഴുകിയിട്ട് ഉണക്കണം. തുടച്ച് കളയണം, തുണി വെച്ച് തുടച്ച് കളഞ്ഞിട്ട് നല്ലെണ്ണ തേച്ചങ്ങ് വെച്ചാൽ മതി. ഈ മറ്റേ ദോശക്കല്ല് ഞാൻ കാണിച്ചില്ല. ആ ദോശക്കല്ല് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പം ദം ഇടുന്നതിന് പകരം ഇത് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനകത്ത് തീയിട്ട് കൊടുക്കും. അപ്പം എന്നിട്ട് നമ്മുടെ ബിരിയാണി വെച്ച പാത്രം എടുത്ത് അതിൻ്റെ പുറത്ത് വെക്കും അടച്ച്. അപ്പം ആ താഴെ ദോശക്കല്ലിന് പറ്റുന്ന തീ ഇങ്ങനെ മുകളിലോട്ട് വരും. നമ്മുടെ ഏത് പാത്രമാണോ ബിരിയാണി വെച്ചേക്കുന്നത് ആ പാത്രത്തിനകത്തോട്ട് നമുക്ക് തീ കിട്ടും. അപ്പം ദം വെച്ച ബിരിയാണി കണക്കിരിക്കും. അപ്പം അതും നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഓക്കെ, ഞാൻ കടുക് വറുക്കാൻ പോവുക. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമ്മുടെ വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. പടപടാന്ന് ആവുന്നുണ്ട്. ചിലപ്പോൾ ഇതിച്ചിരി വെള്ളമൊക്കെ വരും കേട്ടോ, അല്ല പൊട്ടിത്തെറിക്കും. ഞാനിപ്പം ഉള്ളി അങ്ങോട്ട് ഇടുമ്പോൾ അത് ക്ഷമിക്കുക. ഉള്ളിയൊന്നും വെള്ളം തോർത്തി കളയാനുള്ള നേരമില്ല. ചോറുണ്ണാൻ സമയമായി. മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും നമ്മൾ ടൈം ഒരുപാടാണ്. പക്ഷെ നല്ല സമയമായിരുന്നു. ഇഷ്ടംപോലെ വള്ളങ്ങൾ വരുന്നുണ്ട്. ഒരു 40 രൂപയുള്ള അതിനകത്ത് കയറുന്നതിന്. നിങ്ങളും ആ പരിസരത്ത് അല്ലെങ്കിൽ കൊല്ലക്കാരാണെങ്കിൽ അവിടെ പോയി മീൻ മേടിച്ചാൽ അവിടുന്ന് തന്നെ അവർ സ്റ്റാളിൽ പോയാൽ അവർ തന്നെ നമുക്ക് ഈ ഐസ് ഇട്ട് വരും മീനകത്ത്. അപ്പം അങ്ങനെ ഒരു ഗുണമാണ്. പിന്നെ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഐസ് പ്രത്യേകം നമ്മൾ മേടിക്കണം. ഹാർബറിൽ നിന്നാണ് മീൻ മേടിക്കുന്നെങ്കിൽ കേട്ടോ. മേടിച്ച് നമ്മൾ ബക്കറ്റ് വെച്ച് ഡിക്കിയിൽ ബക്കറ്റ് വെക്കും. ബക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ മീൻ വാങ്ങിക്കുന്നത്. വാങ്ങിച്ച ആ ബക്കറ്റിനകത്ത് അടപ്പുള്ള ബക്കറ്റ് എടുക്കുക. അടപ്പുള്ള ബക്കറ്റിനകത്തോട്ട് ഇടുക. എന്നിട്ട് ബാക്കിൽ എന്തെങ്കിലും സ്ഥലം കാണുമല്ലോ, അതിനകത്ത് വെച്ച് കെട്ടി വെക്കുക ബക്കറ്റ്. അപ്പം മറിഞ്ഞു പോകത്തില്ല. കടുക് വറുത്ത് തീർന്ന് കടുക് വറുത്തത് ഞാൻ അതിനകത്ത് ഒഴിക്കാൻ പോകും. മീൻ കറിക്കാൻ മീൻ്റെ കറി കടുക് വറുത്ത് തീർന്നു കണ്ടോ, ഒഴിച്ചു.
അപ്പോൾ അടുത്ത മീൻ ഇട്ട് ഇതിൻ്റെയൊക്കെ ഈ സൈഡുകളില്ലേ, അപ്പം മറ്റേ സൈഡ് ഞാൻ പൊരിക്കുന്നു, ഈ സൈഡും മൊരിഞ്ഞു. അപ്പം ഞാൻ ഇനി അങ്ങനെയും കൂടെ മൊരിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പിന്നും പൊരിച്ചുകൊള്ളൂ. ഓക്കെ, അപ്പം അടുത്ത മീനിട്ട്, ഇത് നല്ല സൂപ്പർ മീനായത് കേട്ടോ. ഇതൊന്ന് എടുക്കാം, സൂപ്പർ. അധികം എണ്ണയും കുടിച്ചിട്ടില്ല. ഇതിനകത്ത് ബാക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണയിൽ ഒഴിച്ച് കൊടുക്കണം. എനിക്ക് ഒന്ന് തിരിച്ചിടാൻ നോക്കട്ടെ. ചൂടാവും, കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഇച്ചിരി ഒന്ന് തീ കൂട്ടി വെക്കാം. അതുകൊണ്ട് അടുത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ചൂര ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയുണ്ട്. ആവട്ടെ. ഇതിന് ഞാൻ തിരിച്ചിട്ട് ഉണ്ടോ, മറ്റേ ഇച്ചിരി ആവട്ടെ. അത് തിരിച്ചിട്ട് എടുത്ത് അവരും കൂടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് തിരിച്ച്. ഓക്കെ, നമ്മൾ ഞാൻ പോകുന്നു. ഇന്നത്തെ മീൻ ചാകര ഇന്നത്തെ കണ്ടല്ലോ. ഇത് പൊരിച്ചത് മാത്രം പറക്കി തിന്നാനാണ് ഇന്ന്. ഓക്കെ, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ പരിപാടിയും ചെയ്തേരെ. അപ്പം വീണ്ടും അടുത്ത വിഭവമായിട്ട് ഉടനെ കാണാം. ബൈ.